നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ? ഇനി ഇത് വല്ല ദുർമന്ത്രവാദമായിരിക്കും. മന്ത്രവാദം എന്തായാലും നീ ഇനി മുതൽ ആതിരയുടെ അടിമയാ. അവൾ ഓം ഹ്രീം കുട്ടിച്ചാത്താന്ന് വിളിക്കുമ്പോ നീ കുപ്പിയിൽ നിന്നോടി അവളുടെ അടുത്ത് എത്തണം. അവള് ജീം ബൂമ്പാന്ന് പറയുമ്പോ നീ ചെപ്പ് തുറന്ന് അവള് പറയുന്നതൊക്കെയും ചെയ്തു കൊടുക്കണം. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും നിന്നെ കൊണ്ട് ആതിരയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. അതിനുള്ള കളികളാ ഇതൊക്കെ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നടത്താൻ വേണ്ടിയാണല്ലോ ദുർമന്ത്രവാദം ചെയ്ത് ഈ ചരട് നിന്റെ കയ്യിൽ കിട്ടിയത്. അവളുടെ ഒരു ചരട്. ഓം നമോ ചടയ തദധ്യം എറിഞ്ഞു സ്വാഹ. ഓക്കെ, ഡോറും തുറന്നിട്ട് ദുർഗ, ദുർഗ. പ്രസാദേട്ടാ, ഒരുപാട് ലേറ്റ് ആയല്ലേ? എടോ, താൻ എന്തിനാ ഈ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിരിക്കുന്നത്? ഓ, അത് ഞാനിപ്പോ തുറന്നതേ ഉള്ളൂ. കൈ കഴുകാൻ വേണ്ടി അകത്തോട്ട് പോയതാ. എടോ, തീവ്രവാദികളുടെ ശല്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തിനു താൻ ഈ ഡോർ തുറന്നിട്ടാലോ? ഇതിന് ACPയുടെ വീടല്ലേ, ഇവിടെ തീവ്രവാദികളൊന്നും വരില്ല. ആ ഒരു വിശ്വാസത്തിലാ ആദ്യരോട് താമസിക്കുന്നത്. എന്താ പ്രസാദേട്ടാ പിറുപിറുക്കുന്നത്? അല്ല, ആദ്യം ഉറങ്ങിയോ ചോദിച്ചാ? സംസാരം കേട്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നിയത്. എങ്കിലേ എന്താണോ കേട്ടത് അതിന് മറുപടി പറഞ്ഞാ മതി. ഞാനൊന്നും കേട്ടില്ല. ആദ്യം ഉറങ്ങിയോ തന്നെ ഞാൻ ചോദിച്ചത്. ഉറങ്ങിക്കാണും. അവൻ ഫുഡ് കഴിച്ചിട്ടല്ലേ കിടന്നത്? അതെ. എന്താ അവന് പറ്റിയതെന്നറിയില്ല. സാധാരണ ഒരു ചപ്പാത്തി തന്നെ തികച്ചു കഴിക്കാത്തവനാ. ഇന്ന് 4-5 ചപ്പാത്തി കഴിച്ചു. അതെയോ? ആ, അതും ഇന്നവൻ ഞങ്ങളുടെ കൂടെ ഡൈനിങ് ടേബിളിലിരുന്നല്ല കഴിച്ചത്. ബെഡ്റൂമിൽ കൊണ്ടുപോയി കഴിച്ചു കാണും. അതെങ്ങനെ പ്രസാദേട്ടന് മനസ്സിലായി? അത് പിന്നെ ഞാനും അവന്റെ പ്രായം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. പ്രായവും ബെഡ്റൂമിൽ നിന്ന് കഴിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? എടോ, ഞാൻ അവന്റെ അച്ഛനല്ലേ, എന്റെ ചില സ്വഭാവങ്ങൾ അവന് കിട്ടിക്കാണുമല്ലോ. ഓ, ഇതും പൈതൃകമായിട്ട് കിട്ടിയ സ്വഭാവമായിരിക്കും. അതാണ്. എന്തായാലും ഇനി മുതൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എടോ, അവനെ നോക്കാൻ അവനറിയില്ലേ? എന്തിനാ വെറുതെ അവന്റെ കാര്യത്തിൽ ഇടപെടുന്നു? അവൻ എന്റെ മകനായതുകൊണ്ട്. നാളെ മുതൽ ആദിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടെങ്കിൽ അതെന്റെ പഠിപ്പിക്കൽ കൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എല്ലാം വരവ് വെച്ചു. എടോ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു. നല്ല വിശപ്പുണ്ട്. പ്രസാദേട്ടനെ ചൂടുവെള്ളത്തിലൊന്ന് പോയി കുളിച്ചിട്ട് വാ. അപ്പോഴത്തേക്കും ഫുഡെല്ലാം എടുത്തു വെക്കാം. ഓക്കെ. ചായ. പ്രസാദ് ഇന്നലെ വന്നിട്ടില്ലേ? വന്നല്ലോ. ഇനി വന്നില്ലേ? ഉണ്ടല്ലോ. ചെലപ്പോ വന്നിട്ടുണ്ടാവില്ല. നീ ഏതെങ്കിലും ഒന്ന് തീർത്ത് പറ. തീർത്ത് പറയാൻ എനിക്ക് അറിയണ്ടേ? എന്നാ പിന്നെ അറിയില്ലെന്ന് പറഞ്ഞാ പോലെ. അത് ശരിയാണല്ലോ. രുക്മിണിയമ്മയ്ക്ക് കാഞ്ഞ ബുദ്ധിയാ. ആദിമോനും തുളസി ഇരിക്കുന്ന ഫോട്ടോ ആണല്ലോ. ഇതെന്റെ പെട്ടി കിടന്നതാ. അതിന് പെട്ടിക്കകത്ത് കിടക്കത്തേ ഉള്ളൂ. ഇവരൊന്നിക്കുന്നൊരു ദിവസം വരും. ആദിയുടെ കല്യാണമാണോ രുക്മിണിയമ്മ സ്വപ്നം കാണുന്നത്? അതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്നൊരു ദിവസം. ആദിയുടെ കല്യാണം ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ദുർഗേച്ചി ചെയ്യുന്നുണ്ട്. അത് പക്ഷേ രുക്മിണിയമ്മയ്ക്ക് സന്തോഷം തരുന്ന കാര്യമല്ല. തുളസിമോളും ആദിമോനും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അത് ശരിയായിരിക്കും. പക്ഷേ ആദ്യ വിവാഹം കഴിക്കാൻ പോകുന്നത് തുളസി അല്ലെങ്കിലോ? അങ്ങനെ വരില്ല. അതെന്താ? നമസ്കാരം. എത്ര കാലായി കണ്ടിട്ട്. പ്രസാദ് നന്നായി തടിച്ചു.
കുറെ കാലം വീട്ടിൽ റെസ്റ്റ് ആയിരുന്നില്ലേ തിരുമേനി, അതുകൊണ്ടാ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അസുഖമൊക്കെ ഉടനെ ഭേദമാവും. ഓ ആ നാവിൽ നിന്നത് കേട്ടത് തന്നെ സന്തോഷം. ആ അമ്മേ. നമസ്കാരം. വരുമെന്ന് അറിഞ്ഞിരുന്നു. വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷം. അയ്യോ, എന്തായി കാണിക്കുന്നേ? ഇത് പതിവുള്ളതല്ലേ. സുഹൃത്തിന്റെ ഭാര്യയാണെങ്കിലും അമ്മയുടെ സ്ഥാനമാണ് അന്നും ഇന്നും നൽകിയിട്ടുള്ളത്. പ്രസാദിന്റെ അച്ഛനും ഇദ്ദേഹവും തമ്മിൽ പ്രായം കൊണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും ചങ്ങാതിമാരെ പോലെയായിരുന്നു. ആ പരിചയം കൊണ്ട് എനിക്ക് നല്ലൊരു ഗുരുനാഥനെ കിട്ടിയെന്ന് പറയാം. ജ്യോതിഷ പണ്ഡിതൻ ബ്രഹ്മശ്രീ വടക്കുംകൂർ രാജവർമ്മ തിരുമേനി. വലിയ തിരക്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നല്ലോ. വിശേഷങ്ങളെല്ലാം അറിയണം. ആ അല്ല, എവിടെ ബാക്കിയെല്ലാവരും? ആദ്യമോനകത്തുണ്ട്. ആ അകത്തേക്ക് വന്നാട്ടെ. ആ അല്ല, തിരുമേനിക്ക് കാല് കഴുകാനുള്ള വെള്ളം. ആ ദുർഗ വേണ്ട, തന്നോളൂ. വരൂ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? പിന്നെ വിശന്നിട്ട് കൊടല് കത്തിക്കരിയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഞാനേ താഴെ പോയിട്ട് എടുത്തിട്ട് വരാം. എടാ, റൂം ലോക്ക് ചെയ്യാതെ പോയാ അത് അപകടമല്ലേ? ഞാൻ താഴെ പോയിട്ട് വരുന്നവർ ഇങ്ങോട്ട് ആരും വരില്ല. ഓക്കെ? നീ ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ കുളിക്കാൻ പോവായിരുന്നു അമ്മേ. എന്താ നിന്റെ ബാത്റൂമിൽ വെള്ളമില്ലേ? ഇല്ല ഇല്ലേ? താഴെ ഉണ്ടല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, അമ്മ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ട്. ഇപ്പോഴുണ്ടെന്നോ? ആ അമ്മ, ഞാൻ ഇപ്പൊ അത് ശരിയാക്കിയതേ ഉള്ളൂ. എങ്കി വേഗം കുളിച്ച് താഴേക്ക് വാ. ജ്യോതിഷ പണ്ഡിതൻ രാജവർമ്മ വന്നിട്ടുണ്ട്. ജ്യോതിഷ പണ്ഡിതനോ? എന്താ, അദ്ദേഹത്തെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അല്ല അമ്മേ, അച്ഛൻ പറയാറുള്ള അദ്ദേഹമാണോ? ആ അതെ. ആ, അദ്ദേഹം എന്തിനാ ഇവിടെ വന്നത്? വന്നതല്ല, വരുത്തിച്ചതാ. ചില ഭാവി തീരുമാനങ്ങൾ എടുക്കാൻ. ഭാവി തീരുമാനങ്ങളോ? നിനക്ക് വേണ്ടി തന്നെയാ. എനിക്ക് എന്ത് ഭാവി? നിന്റെ ഭാവിയെ കുറിച്ച് അറിയണമല്ലോ. കുളിച്ച് താഴേക്ക് വേഗം വാ. പോയോ? ലോക്ക് ചെയ്തോ? ആ. എന്താ ഇത്ര പെട്ടെന്ന് ജോത്സരെ വിളിപ്പിച്ചത്? എന്റെ ഭാവി അറിയാനാണത്ര. നിന്റെ ഭാവി ആയിരിക്കില്ല, നിന്റെ ഭാര്യയെ പറ്റി പറയാനായിരിക്കും. എന്നുവെച്ചാ? എടാ, സാധാരണ ഒരു വീട്ടിലേക്ക് ജോത്സരെ വിളിച്ചു വരുത്തുന്ന എന്തിനാ? എന്തെങ്കിലും വിവാഹകാര്യത്തെ പറ്റി അറിയാനോ മറ്റായിരിക്കും. ഹാ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഏയ്, ഇത് അതൊന്നും ആവില്ല. എന്തായാലും നീ വേഗം കുളി കഴിഞ്ഞ് ഒന്ന് പോയി നോക്ക്. ഈ ജോത്സ്യൻ രാജവർമ്മയെ വളരെ പേര് കേട്ട ആളാ. അയാള് പറഞ്ഞതാ. ആ, അപ്പൊ കാര്യം സീരിയസ് ആണ്. ആയിരിക്കും. ഇന്നലെ രാത്രിയിലെ ചരടുകെട്ടിലും മന്ത്രങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ കഴുത്തിൽ ഉടനെ തന്നെ ആതിര കയറിക്കൂടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്റെ കാര്യം തീരുമാനിക്കുന്നതേ മന്ത്രവാദിയല്ല. അതിനേക്കാൾ സ്ട്രോങ് ആയ ദുർഗാമയാണെന്ന് മാത്രം. എന്തേ, താഴേക്ക് പോകുന്നില്ലേ? ഇല്ല. എടാ, വേഗം കുളിച്ച് ജോത്സരെ കാണാൻ ചെല്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ അവിടേക്ക് ചെന്നില്ലെങ്കിലേ ദുർഗാമ്മ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഞാൻ പിന്നെയും കള്ളനും പോലീസും കളിക്കണം. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ വേഗം കുളിച്ച് അവിടെ ജോത്സ്യനെ കാണാൻ ചെല്ലും. പോയി നോക്കാല്ലേ? പോയി നോക്കാന്നല്ല, പോണം. ജോത്സ്യൻ രാജവർമ്മ ഇപ്പൊ പൂജ തുടങ്ങി കാണും. ദാ, പോയി കുളിക്കാൻ നോക്ക്. ആദിത്യനും കടലുമായിട്ട് അഭേദ്യമായ ബന്ധം കിടക്കുന്നു. ആദിത്യൻ എന്ന് വെച്ചാൽ സൂര്യൻ. സൂര്യനും കടലും നിലനിൽപ്പിന്റെ രണ്ട് ധ്രുവങ്ങൾ.
പക്ഷേ എന്താ തിരുമേനി? ആദിത്യന് ചുറ്റും ചില ഉപഗ്രഹങ്ങൾ കറങ്ങിക്കളിക്കുന്നു. എന്നുവെച്ചാ ദുഷ്ടശക്തികൾ എന്ന് വേണം പറയാൻ. അത് അവളും അവളുടെ അമ്മയും തന്നെ ചേച്ചി. എന്തെങ്കിലും ദോഷമുണ്ടോ തിരുമേനി? തുറന്നു പറയണേ. സൂര്യൻ ബലവാനാണ്. അതിനു മുന്നിൽ ഉപഗ്രഹങ്ങൾ വെറും ഈയാമ്പാറ്റകൾ. ഭസ്മമായി പോകില്ലേ? അവന്റെ വിവാഹകാര്യം? അവൻ കുട്ടിയല്ലേ, വിവാഹമൊക്കെ പിന്നീട് നോക്കിയാ പോരെ. തിരുമേനി ഇതുപോലെ കിട്ടുന്നത് പ്രയാസമുള്ള കാര്യം അമ്മ. അതുകൊണ്ട് ഉടനെ എന്ന് വെച്ചാൽ ഒട്ടും വൈകാതെ ആദിത്യന്റെ വിവാഹം നടക്കും. പ്രിയ ഇപ്പോഴും ആ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. എന്തായാലും ഒരു നിമിത്തം പോലെയാ തിരുമേനി അവിടെ വന്നത്. ദുർഗ അദ്ദേഹത്തെ ക്ഷണിച്ച കാര്യം പോലും പിന്നീടാ ഞാൻ അറിയുന്നത്. അക്ഷരാർത്ഥത്തിൽ അതിഥി, തിഥി അറിയാതെ വന്നവൻ. അവരുടെ വാക്കുകൾ അന്വർത്ഥമാവും. ഞാൻ എല്ലാ കാര്യവും പ്രിയയോട് പറയാം. ആദിമോൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ട് എന്ന് വരെ തിരുമേനി പറഞ്ഞു. അതെയോ? ആ, അതാണ് അതീന്ദ്രിയ ജ്ഞാനം. ജയ, പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആദിയുടെ ഭാവി കാര്യങ്ങൾ സംസാരിച്ചപ്പോ ദുർഗ വളരെ ഹാപ്പിയായിരുന്നു. ആദി വിവാഹം കഴിക്കാൻ പോകുന്നത് കുടുംബത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടപ്പോ ദുർഗ കുറെ കൂടി സന്തോഷിക്കുന്നത് കണ്ടു. അത് ചിലപ്പോ തിരുമേനിയുടെ മുമ്പിൽ വെച്ചായതുകൊണ്ടാവും. ആ, ആയിരിക്കും. എന്തായാലും ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നുള്ളത് ഉറപ്പായി. അതിന് ആരെതിര് നിന്നിട്ട് കാര്യമില്ല. എന്ത് തടസ്സമുണ്ടായാലും അത് സാവകാശം പിന്മാറും. അതിന്റെ ആദ്യപടിയാവാം ഒരുപക്ഷെ ദുർഗയുടെ ഈ ചേഞ്ച്. ബ്രഹ്മശ്രീ രാജവർമ്മയുടെ പ്രവചനങ്ങൾ തെറ്റില്ലല്ലോ. ആ കാര്യം ദുർഗേച്ചിക്ക് അറിയാവുന്നതല്ലേ? ആ, പിന്നെ ഇനി ഇങ്ങനെ നടന്നാ പോരാ. ഒരു പെൺകുട്ടിയാ ഉള്ളത്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവളുടെ വിവാഹം ഉണ്ടാവും. പയ്യൻ റെഡിയായ സ്ഥിതിക്ക് സ്ത്രീധനത്തൊക്കെ ഉണ്ടാക്കാൻ നോക്കൂ. അവളുടെ അമ്മാവനുണ്ടല്ലോ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ. അങ്ങനൊരു വകുപ്പ് കൂടി ഉണ്ടല്ലോ അല്ലേ? എന്തായാലും താൻ ഈ വിവരം പ്രിയയും കൂടെ ഒന്ന് അറിയിക്കേ. എനിക്ക് അവിടെ വരെ വന്ന് പ്രിയോട് നേരിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. കഴിയണ്ടേ? ഇവിടുന്ന് ഇറങ്ങുമ്പോ വൈകുമെന്നേ. നോക്കട്ടെ, ഇന്നല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ശരിയെന്നാ. രാജവർമ്മ തിരുമേനി പ്രവചിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടക്കും. പക്ഷെ നീ ഏത് പെൺകുട്ടിയെ കെട്ടുമെന്ന് തിരുമേനി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നിന്നെക്കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞത്. എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി വിവാഹം നടക്കുമെന്നല്ലേ പറഞ്ഞത്? അതെ. അതെങ്ങനെ നടക്കും? നമ്മുടെ കാര്യത്തിൽ ദുർഗാമ്മ ഒരിക്കലും നമ്മളെ അനുകൂലിച്ച് നിൽക്കില്ല. അമ്മയുടെ പിണക്കം മാറുമായിരിക്കും. തിരുമേനിയുടെ വാക്ക് ഒരിക്കലും പിഴക്കില്ല. അച്ഛനാണെങ്കിൽ അദ്ദേഹത്തെ വലിയ വിശ്വാസം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ജ്യോതിഷി രാജവർമ്മ വിളിച്ച് ചോദിക്കും. അപ്പോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണോ നീ പറയുന്നത്? പ്രതീക്ഷയല്ല, തീർച്ചയായും നടക്കും. എല്ലാം അതിന്റെ സമയമാകുമ്പോ ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ജ്യോതിഷി രാജവർമ്മയെ കൊണ്ട് തുളസിമോളുടെ കാര്യം കൂടി ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. ആദിയുടെ കാര്യം നോക്കിയപ്പോ തന്നെ രണ്ടുപേരുടെയും ഫലം അറിയാൻ കഴിഞ്ഞല്ലോ. അത് ശരിയാ. നന്നാവട്ടെ. എല്ലാം നല്ലതിനാണെന്ന് കരുതാം. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ മാറി ആകാശം തെളിയും. ജയ നോയിക്കോ, നമ്മുടെ ആഗ്രഹം പോലെ തുളസിമോളുടെ കഴുത്തിൽ ആദിമോൻ താലി കെട്ടുക തന്നെ ചെയ്യും. സത്യം.
ആ സർ. അതെയോ? എന്റെ വീടിന്റെ? ആ ശരി സർ. ഓക്കെ സർ. എന്താ എന്തെങ്കിലും? ആരാ വിളിച്ചത്? SP അവരവിടെ എത്തിയിട്ടുണ്ട്. ആര്? ആ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ചിലരെ ദേവമംഗലം വീട്ടിന്റെ പരിസരത്ത് കണ്ടെന്ന്. അപ്പോ അവർ കാറിലിരിക്കുന്നതാണ് അത്ര കണ്ടത്. നമ്മുടെ സ്പൈ വർക്കേഴ്സ് അറിയിച്ച വിവരമാണ്. അവരവരെ ഫോളോ ചെയ്തില്ലേ? ഫോളോ ചെയ്തു, പക്ഷെ പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുളസിമോൾ അവിടെ ഉള്ള വിവരം അവരറിഞ്ഞു കാണുമോ? അറിയാൻ സാധ്യത കുറവാണ്. ആദിയുടെ റൂമിൽ നിന്ന് തുളസി പുറത്തു കിടക്കുന്നില്ലല്ലോ. ആ സ്ഥിതിക്ക് പേടിക്കാനില്ല. അവൾ അവിടെ ഉള്ള വിവരം എങ്ങനെയെങ്കിലും ലീക്കായിട്ടുണ്ടെങ്കിലോ? എങ്ങനെ ലീക്കാവാനാണ്? നമ്മൾ 5 പേർക്കല്ലാതെ തുളസി അവിടെ ഉള്ള കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ. ആ, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ചിലപ്പോ സംശയം തീർക്കാൻ വന്നതാവും. എന്തായാലും ഒരു കാരണവശാലും തുളസിമോള് വീടിന് വെളിയിൽ പോകാൻ പാടില്ല. ആ കാര്യം അവളെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ വേണ്ട, ഫോൺ ചെയ്ത് പറയുന്ന അത്ര സേഫ് അല്ല. അവിടെ എത്തിയിട്ട് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാം. താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവൾക്കൊന്നും വരില്ല. ഞാനില്ലേ? അവൾ ദേവമംഗലം വീട്ടിൽ സുരക്ഷിതയായിരിക്കും. തീവ്രവാദി എന്നല്ല, ഒരു ഈച്ച പോലും ആദിയുടെ റൂമിലേക്ക് കയറില്ല. കേറാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ വന്ന് നിൽക്കാണല്ലേ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? സമ്മതിച്ചു. നിനക്ക് എന്താ ഇത്ര സന്തോഷം? എന്റെ പൊന്ന് ദുർഗേച്ചി, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നീ കാര്യം പറ. സിദ്ധൻ മാർത്താണ്ഡന്റെ മന്ത്രവും ജ്യോതിഷി രാജവർമ്മയുടെ പ്രവചനവും എല്ലാം ഫലം കണ്ടു തുടങ്ങി ചേച്ചി. ആദ്യ ആതിരയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആര് പറഞ്ഞു? ഞാൻ കണ്ടു. എന്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടു. നീ എന്ത് കണ്ടു? ആദ്യം ഒളിച്ചു നിന്ന് ആതിരയെ കെട്ടിപ്പിടിക്കുന്നത്. ഏയ്, ഉണ്ടാവില്ല. ഉണ്ട് ചേച്ചി, സത്യമായിട്ടും. ഞാനിത് വിശ്വസിക്കില്ല. ഗുരുവായൂരപ്പനാണ്, ശ്രീ മുത്തപ്പനാണ്, എന്റെ വേളാങ്കണ്ണി മാതാവാണ്. എനിക്കെല്ലാത്തിലും വലുത് എന്റെ ദുർഗേച്ചിയല്ലേ? ദുർഗേച്ചിയാണ് സത്യം. ആദ്യം ആതിരയെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടതാ. ഇത് സത്യം സത്യം സത്യം. എല്ലാം കലങ്ങി തെളിഞ്ഞ ചേച്ചി. നോക്കട്ടെ കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന്. സുലു, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്കോ? എനിക്കെന്തു പറ്റാൻ? അമ്മയ്ക്ക് സുഖമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഓ, നിങ്ങൾ വാ വാ. ഒരു ചെറിയ തലവേദന, അത്രേ ഉള്ളൂ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നീ ഇങ്ങ് ഓടിപ്പോന്നു അല്ലേ? ഞാൻ വന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞത് ആന്റി കേക്കണ്ടേ? ആന്റിയെ കാണണോന്ന് ഒറ്റ വാശി. അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടാ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? ഓ, ഈ ജയേട്ടന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതോ ഒന്നും നിന്നെ അറിയിക്കണ്ടെന്ന് കേൾക്കണ്ടേ? അസുഖം അങ്ങനെ രഹസ്യമാക്കി വെക്കാനുള്ളതാണോ? നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് മഹാരോഗമൊന്നുമില്ല. ഒരു ചെറിയ തലവേദന. വാ, നമുക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കാം. തുളസി ഇവിടെ നിന്നാ മതി. ആന്റി ഞാൻ കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിലേക്ക്. വേണ്ട വേണ്ട, എന്നെ ആരും കൊണ്ടുപോണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാനും മാത്രം വലിയ അസുഖമൊന്നും എനിക്കില്ല.
അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. വേഗം റെഡിയാവ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായയൊക്കെ പിന്നീടാവാം. അമ്മ ഡോക്ടറെ കാണാൻ വന്നേ. അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി നീ എന്തിനാ ദേവമംഗലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? നിസ്സാര കാര്യോ? അമ്മയ്ക്ക് അസുഖമാണെന്നറിഞ്ഞാ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? എന്നോട് പോലും പറയാതെയാ തുളസി ഇവിടേക്ക് വന്നത്. അതെയോ? അതെ ആന്റി, ഇവളെ കാണാതെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. പിന്നെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴാ ആന്റിയെ കാണാനായിട്ട് വരികയാണെന്ന് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി എന്റെ ബോഡി ഗാർഡായ ആദി കാറുമായി വന്ന് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ട് വരാതെ വേറെ നിവൃത്തിയില്ലായിരുന്നല്ലോ. ആന്റിയെ കണ്ടാലേ മനസമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലേ ദേവമംഗലത്തേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ഒറ്റ വാശി. ഇപ്പോഴിതാ പ്രിയ വിളിച്ച് പറയുന്നു തുളസി ആദ്യം കൂടി അവളെ കാണാൻ വേണ്ടി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ആ ക്രിമിനൽസ് നാട് മുഴുവൻ തുളസി അന്വേഷിച്ച് നടക്കുകയാണെന്നുള്ളത് ജയൻ അറിയാവുന്ന കാര്യമല്ലേ? അതെ, പക്ഷേ തുളസി ഇങ്ങനൊരു വിഡ്ഢിത്തം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിഡ്ഢിത്തം കാണിച്ച് തുളസിയല്ല, ജയന. പ്രിയക്ക് വയ്യാന്നറിഞ്ഞാൽ തുളസി അവിടെ ഓടിയെത്തുമെന്ന് അറിഞ്ഞിട്ടും താൻ എന്തിനാ അതിനെക്കുറിച്ച് അവളോട് പറഞ്ഞത്? സോറി, ഞാൻ സോറി പറഞ്ഞ് തീരാവുന്ന പ്രശ്നമാണോ ഇത്? അതെ, എത്രയും പെട്ടെന്ന് പ്രിയ വിളിച്ച് തുളസിമോളോട് ദേവമംഗലത്തേക്ക് പോകാൻ പറ. ഞാൻ വിളിക്കാം. പെട്ടെന്നാവട്ടെ. ഇത്ര പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞോ? തുളസിമോള് ദേവമംഗലത്തേക്ക് പോയോ? ഇല്ല, രണ്ടുപേരും ഇവിടെ ഉണ്ട്. ആദ്യോട് തുളസിയും കൂട്ടി വേഗം തിരിച്ചു പോകാൻ പറ. അവരിപ്പോ വന്നതല്ലേ ഉള്ളൂ ജയേട്ടാ. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇപ്പോ ഈ നിമിഷം തന്നെ അവരവിടുന്ന് ദേവമംഗലത്തേക്ക് പോയിരിക്കണം. അതെ, മതി കുക്കറി ഷോ നടത്തിയത്. രണ്ടാളും വേഗം ഇറങ്ങാൻ നോക്ക്. അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ ഓടിക്കാൻ തിടുക്കായോ? നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന എന്റെയും ജയേട്ടന്റെ ആഗ്രഹം. ആന്റി, ആന്റി എന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി. മോനുണ്ടാക്കിയതല്ലേ, ടേസ്റ്റ് ഉണ്ടാവാതിരിക്കില്ല. അയ്യടാ, ഉണ്ടാക്കിയത് അവനൊന്നും അല്ല. ഞാൻ അവനോടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. അത്രേ അവൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തുളസി സ്പെഷ്യലാ. എന്തായാലും സംഗതി സൂപ്പർ. താങ്ക് യു. ആ, അപ്പൊ ചോറും കറി എല്ലാം റെഡി. ഇനി ആന്റി പോയി കുറച്ചും കൂടെ റെസ്റ്റ് എടുത്തു. നിങ്ങൾ വേഗം തിരിച്ചു പോവാൻ നോക്ക്. ദേ, ജയേട്ടന്റെ അടുത്ത കോള് വരുന്നതിന് മുമ്പ് നിങ്ങൾ പോയില്ലെങ്കിൽ എന്നെ അവൻ വഴക്ക് പറയാ. പോവാ അമ്മേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാവും അങ്കിൾ പെട്ടെന്ന് പോവാൻ പറഞ്ഞേ. ആ, ജയേട്ടനും പ്രസാദേട്ടനും ഒരുമിച്ചാ ഉള്ളത്. ഓ, എന്തെങ്കിലും പ്രശ്നമില്ലാതെ അവരെങ്ങനെ പറയില്ലല്ലോ. നീ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ നോക്ക്, നമുക്ക് പോവാം. നമുക്ക് രാത്രി പോവാം. അതാവുമ്പോ ദുർഗാമ്മ ആതിരയൊക്കെ അടുക്കളയിലായിരിക്കും. ആ സമയം നോക്കി നമുക്ക് വീട്ടിൽ കയറാം. രാത്രി ആവുന്നവരെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത് കൂടുതൽ അപകട. പിന്നെന്ത് ചെയ്യും? ഇന്ന് നീ ഇറങ്ങി വന്നത് ആരും കണ്ടില്ലല്ലോ. അതുപോലെ തന്നെ ആരും കാണാതെ എങ്ങനെയെങ്കിലും അകത്ത് കടക്കാനും പറ്റുമായിരിക്കും. അതെന്താ നിനക്കൊരു സംശയം? പിന്നെ സംശയിക്കണ്ടേ? എന്തായാലും നമുക്ക് പോവാം. ഞാൻ കാറിന്റെ ബാക്ക് സൈഡിൽ ഇരുന്നോളാം. ഒരു രക്ഷയില്ലെങ്കിൽ ഇരുട്ടുന്നത് വരെ ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്നോളാം. നീ രാത്രി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയാ മതി. എല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് ആലോചിക്കാം. നീ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്. ആദ്യം എത്തിയെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. മോളെ, പെട്ടെന്ന് വരണേ. മംഗളപ്പച്ചി, നീ എന്തെങ്കിലും പറഞ്ഞ് അവരകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവും. അവരകത്തെത്തിയ നീ പിന്നെ എങ്ങനെ റൂമിൽ കയറും? ആ സിദ്ധന്റെ ചരട് ശരിക്കും വലിച്ചിട്ടുണ്ട്. ആദ്യമോനിപ്പോ പുറത്തേക്കൊന്നും തീരെ പോവാറില്ല. ആതിരയെ ചുറ്റിപ്പറ്റിയാ നടത്തം. കൊറേയൊക്കെ ആതിരമോളം പറഞ്ഞിരുന്നു. എല്ലാം നല്ലതിനാണെന്ന് കരുതാം. ആതിരയുടെ ഭാഗ്യം. അല്ല, ഇവനെന്താ ഈ കാറിൽ നിന്ന് ഇറങ്ങാത്തെ?
അവൻ ഇറങ്ങണമെന്നില്ലല്ലോ. ആതിരയും കൂടി വന്നാ നമുക്കങ്ങോട്ട് പോവാനുള്ളതല്ലേ. ആ ശരിയാ, നമുക്കെന്നാ കാറിലോട്ടിരിക്കാം. വാ. എടാ അവര് ഇങ്ങോട്ടാണല്ലോ വരുന്നേ. നിന്റെ ഒടുക്കത്തെ പോക്ക എല്ലാത്തിനും കാരണം. ഈ ചമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ ഞാൻ ഇനിയും പോവും. ആന്റി, എന്തായാലും നീ ആദിക്ക് പറ്റിയ പെണ്ണ് തന്നെയാ. അവന്റെ മനസ്സ് വായിച്ചതുപോലെയല്ലേ പറഞ്ഞത് ഇപ്പൊ വരുമെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ശരി ശരി, വാ നീ കേറി. എന്തുവാടാ? ആ, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. ആദിയുടെ കല്യാണം കഴിയുന്നതോടെ എനിക്ക് ഈ വീട്ടിലെ അധികാരം ഒന്നുകൂടി കൂടും. ആതിര ഒരു പൊട്ടിയാ. അവക്ക് നേരാൻ വേണം ഒന്നും വെക്കാൻ കൂടി അറിയില്ല. ഇല്ല. ആ, എന്തായാലും ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും. പിന്നല്ലാതെ ഇല്ല, എന്റെ തലയിലാ. ഈ വിവാഹം നടത്തുന്നത് തന്നെ ഞാനല്ലേ. ആ, വലിയ ജോത്സ്യരുടെ തീരുമാനോ? ഏയ് ഇല്ലില്ല, ദുർഗേച്ചി ടൗൺ വരെ പോയിരിക്കോ. ആ, മംഗളപ്പച്ചി വന്നിട്ടുണ്ട്. ഇനി എല്ലാ ചാട പടയിന്ന് നടക്കും. നീ ആദ്യം കൂടി ഒളിച്ചോടിയോ? നിന്റെ വീട്ടിൽ ചെന്നിട്ടും കാണാൻ പറ്റിയില്ല. എടി വകതിരിവില്ലാത്തവളെ, ഞാൻ എറണാകുളത്ത് നിന്ന് വന്നു. നാളെ തിരിച്ചു പോവും. അതിനു മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പറ്റുമെന്ന് തോന്നുന്നില്ല. നീ പിടിതരാതെ ഓടിക്കൊണ്ടിരിക്കുവല്ലേ. ഇത് നിന്റെ ആദ്യത്തിന്റെയും ഏതെങ്കിലും കാലത്ത് നടക്കാൻ പോകുന്ന കല്യാണത്തിനുള്ള സാമ്പിൾ ഗിഫ്റ്റ്. കല്യാണ ദിവസം വലിയ സമ്മാനം തരാം. നിന്നെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാനിത് ആദിയുടെ കയ്യിൽ കൊടുത്തേക്കാം. എന്ന് നിന്റെ പ്രിയപ്പെട്ട ശ്വേത. വാട്സപ്പിലെ മെസ്സേജിന് മറുപടി തരാത്തവർക്കുള്ള മറുപടിയായി ഇതിനെ കാണുക.